ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അതെങ്ങനെയാണിങ്ങനെ പ്രവർത്തിക്കുന്നത്? കൃഷി മുതൽ സോഫ്റ്റ്വെയർ വരെ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? വാ നമുക്കൊന്ന് നോക്കാം. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ. കർഷകർ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, IT പ്രൊഫഷണൽസ്, ഇങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അല്ലേ? ഓരോ ദിവസവും പലതരം ജോലികളിൽ ഏർപ്പെടുന്നു. ഇവരെല്ലാം നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഓരോരോ ഭാഗങ്ങളാണ്. പക്ഷെ ശരിക്കും ഒരു കർഷകന്റെ ജോലിയും ഒരു ബാങ്ക് ജീവനക്കാരന്റെ ജോലിയും തമ്മിൽ എന്താ ബന്ധം? ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന ഈ ജോലികളെല്ലാം എങ്ങനെയാണ് ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നത്? അപ്പോൾ ഇതൊന്നും അങ്ങനെയങ്ങ് നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു ഘടനയുണ്ട്. എക്കണോമിസ്റ്റുകൾ, അതായത് സാമ്പത്തിക വിദഗ്ധർ, ഈ ജോലികളെല്ലാം ചില വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഈ വലിയ ചിത്രം നമുക്ക് ക്ലിയറാകും. അപ്പോൾ എന്താണൊരു സമ്പദ്വ്യവസ്ഥയെ ഉണ്ടാക്കുന്നത്? നമുക്ക് അതിന്റെ ബേസിക്സിലേക്ക് കടക്കാം. ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും നട്ടെല്ല് എന്ന് പറയാവുന്ന 3 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, പിന്നെ തൃതീയ മേഖല. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും തുടക്കം എവിടെ നിന്നാ? സ്വാഭാവികമായും ഭൂമിയിൽ നിന്ന് തന്നെ. അതാണ് നമ്മുടെ ഒന്നാമത്തെ മേഖല, പ്രാഥമിക മേഖല. ഇത് വളരെ സിമ്പിളാണ്. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ജോലികളും ഇതിൽ വരും. അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ടെടുക്കുന്ന അല്ലെങ്കിൽ വിളയിച്ചെടുക്കുന്ന സാധനങ്ങൾ. ഉദാഹരണത്തിന് കൃഷി, മൃഗങ്ങളെ വളർത്തുന്നത്, മീൻപിടുത്തം, പിന്നെ ഖനികളിൽ നിന്നുള്ള ഖനനം. ഇതെല്ലാം ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് കൃഷിക്കാണല്ലോ ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് ഈ മേഖലയെ കാർഷിക മേഖല എന്നും പറയാറുണ്ട്. ശരി, അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടി. ഇനി എന്തു ചെയ്യും? അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ മേഖല, അതായത് ദ്വിതീയ മേഖല ചിത്രത്തിലേക്ക് വരുന്നത്. ഈ മേഖല എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളെ, അതായത് റോ മെറ്റീരിയൽസിനെ എടുത്ത് നമുക്കുപയോഗിക്കാൻ പറ്റുന്ന പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഇവിടെയാണ് യഥാർത്ഥ മാനുഫാക്ചറിംഗ് നടക്കുന്നത്. ഫാക്ടറികളിൽ നടക്കുന്ന നിർമ്മാണം, കെട്ടിടം പണി, വൈദ്യുതി ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ നല്ല ഉദാഹരണങ്ങളാണ്. ഇവിടെ വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്നും വിളിക്കാറുണ്ട്. അപ്പോ സാധനങ്ങളുണ്ടായാൽ മാത്രം മതിയോ? പോരല്ലോ, അവയെ നമ്മളെയും സഹായിക്കാൻ സേവനങ്ങൾ വേണ്ടേ? അതാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും മേഖല, തൃതീയ മേഖല. ഈ മേഖല പുതിയ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പകരം മറ്റേ 2 മേഖലകളെയും സപ്പോർട്ട് ചെയ്യുക, പിന്നെ പൊതുജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കുക, അതിനു വേണ്ട സർവീസുകൾ നൽകുന്നതിലാണ് ഇവരുടെ ഫോക്കസ്. ഗതാഗതം, ബാങ്കിംഗ്, വിദ്യാഭ്യാസം, ഡോക്ടർമാരുടെ സേവനം, IT, കച്ചവടം, ലിസ്റ്റ് നീണ്ടുപോകും. ഇത് സർവീസുകൾ നൽകുന്നതുകൊണ്ട് ഇതിനെ സേവന മേഖല എന്ന് വിളിക്കുന്നത് എത്ര കറക്റ്റാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 3 മേഖലകളെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? ഈ സാമ്പത്തിക ചക്രം കറങ്ങുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ 3 മേഖലകളും വെവ്വേറെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയാണോ? ഒരിക്കലുമല്ല. ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് കാര്യങ്ങൾ ക്ലിയറാക്കും. നമുക്ക് കരിമ്പിന്റെ കാര്യമെടുക്കാം. കരിമ്പ് കൃഷി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണല്ലോ. പക്ഷേ നല്ല വിളവ് കിട്ടണമെങ്കിൽ എന്തു വേണം? ദ്വിതീയ മേഖല ഉണ്ടാക്കുന്ന ട്രാക്ടറും വളവുമൊക്കെ വേണം. ശരി, ഇനി വിളവെടുത്ത കരിമ്പ് ഫാക്ടറിയിലെത്തിക്കണ്ടേ? അതിന് തൃതീയ മേഖലയുടെ ട്രാൻസ്പോർട്ട് സൗകര്യം വേണം. കർഷകർക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകളും വേണം. കണ്ടില്ലേ, എല്ലാം എങ്ങനെയാ കണക്റ്റഡായിരിക്കുന്നതെന്ന്? അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു മേഖലയ്ക്കും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ ചിത്രം നോക്കൂ, ആ ബന്ധം എത്ര മനോഹരമായിട്ടാണ് കാണിക്കുന്നത്. പ്രാഥമിക മേഖല അസംസ്കൃത വസ്തുക്കൾ ദ്വിതീയ മേഖലയ്ക്ക് കൊടുക്കുന്നു. ദ്വിതീയ മേഖലയോ തിരിച്ച് അവർക്ക് വേണ്ട മെഷീനുകളും ഉപകരണങ്ങളും നൽകുന്നു. ഇതിനിടയിൽ തൃതീയ മേഖല എന്തു ചെയ്യുന്നു? ഈ 2 കൂട്ടർക്കും വേണ്ട ട്രാൻസ്പോർട്ട്, ബാങ്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ സർവീസുകളും കൊടുത്ത് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്, ഒരു സൈക്കിൾ പോലെ. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്ന് പറയുന്നത് ഈ 3 മേഖലകളും തമ്മിലുള്ള ഈ ഒഴുക്ക് എത്രത്തോളം സ്മൂത്തായി നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒന്നിലൊരു പ്രശ്നം വന്നാൽ അത് മറ്റുള്ളവയെയും തീർച്ചയായും ബാധിക്കും. പോകുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം: നിങ്ങൾ ഇന്ന് രാവിലെ കുടിച്ച കാപ്പിയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കാപ്പിക്കൊരു വിളഞ്ഞ തോട്ടം, അത് പൊടിച്ച് പാക്ക് ചെയ്ത ഫാക്ടറി, അത് നിങ്ങളുടെ അടുത്തുള്ള കടയിലെത്തിച്ച വണ്ടി, അവസാനം നിങ്ങൾക്ക് കാപ്പിയുണ്ടാക്കി തന്നയാൾ വരെ. ആ ഒരൊറ്റ കപ്പ് കാപ്പിയുടെ യാത്രയിൽ ഈ 3 മേഖലകളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ?